നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിലെ എൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ല. പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല. എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല. റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും. അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല. മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല. ശുദ്ധ മലയാളത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ല. MT വാസുദേവൻ നായരുടെ വാക്കുകളാണിത്. അധികാര രാഷ്ട്രീയത്തിൻ്റെ പിഴച്ച പോക്കിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ പരിതപിച്ച MT വാസുദേവൻ നായർ മലക്കം മറഞ്ഞു. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ MK ഹരിദാസ്, സാഹിത്യ വിമർശകനും ഡൽഹി സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ P ശിവപ്രസാദ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, MT തന്നെ സുഹൃത്തായ NE സുധീറിനോട് പറഞ്ഞത് തൻ്റേത് വിമർശനമല്ല, താൻ അവതരിപ്പിച്ചത് യാഥാർത്ഥ്യമാണെന്നാണ്. ഇന്നിപ്പോൾ CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ MT കുറിക്കുന്നു, ഞാൻ സർക്കാരിനെയോ പിണറായിയെയോ അല്ല ഉദ്ദേശിച്ചതെന്ന്. എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് ഒരു കാര്യം പറയാൻ പല രീതികൾ അവലംബിക്കാം. നവതി എന്നത് ഒരു അതിർത്തിയാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 90 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു അതിർത്തിയാണ്. ആ അതിർത്തി കടന്നാൽ ചിലർ വളരെയധികം പ്രബുദ്ധരാവുകയും ചിലർ അപഹാസ്യരാവുകയും ചെയ്യും. ഈ അപഹാസ്യരാവുന്നവരെ നമ്മൾ അത്തും പുത്തും എന്നൊക്കെയാണ് നാട്ടിൽ പറയാം. അതേസമയത്ത് ചിലര് അവരുടെ പ്രജ്ഞാബലത്തെ വളരെ ശക്തമായി ഇനി എന്താണ് എനിക്ക് പേടിക്കാനുള്ളത്, ഇനി ശാരീരികമായി ആക്രമിച്ചാൽ പേടിക്കാനില്ല, പൂച്ചട്ടി കൊണ്ട് അടിക്കുമെന്ന് പേടിക്കാനില്ല, ഹെൽമെറ്റ് കൊണ്ട് അടിക്കുമെന്ന് പേടിക്കാനില്ല, ഇനി എനിക്ക് ജയിൽവാസം പേടിയില്ല, അങ്ങനെ പേടിയില്ലാത്തൊരു നിർഭയാവസ്ഥയിലേക്ക് 90 കഴിയുന്ന ചിലരെങ്കിലും എത്തിപ്പെടാറുണ്ട്. കേരളത്തിൽ അത്യപൂർവമാണ് അതെങ്കിലും. അപ്പൊ ഇവിടെ ഞാൻ എറിഞ്ഞത് മാങ്ങയ്ക്കാണ്, മാവിനിട്ടാണ്, കോരന്റെ തലയിൽ അത് കൊണ്ടതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നൊരാൾ പറയുകയാണ്. ഒരാൾ എറിഞ്ഞത് മാവിനാണ്, മാങ്ങിക്കാണ്. ഞാൻ കോരനെതിരെ നടന്നു പോകുന്നത് ഞാൻ കണ്ടില്ല, കോരന്റെ തലയിൽ അത് കൊണ്ടു എന്നതുപോലെ നമുക്ക് കോരനോടുള്ള ദേഷ്യം തീർക്കാൻ മാവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് കോരന്റെ തലക്കെട്ട് എറിയാം. ഇങ്ങനെ ഒരു വളരെ രസകരമായ സാഹിത്യ ശൈലിയാണ് ഇന്നലെ MT വാസുദേവൻ നായർ, ആദ്യമായിട്ടല്ലെങ്കിലും ഇത് മറ്റു പലയിടത്തും ഇതുപോലെയുള്ള പരിഹാസ രൂപേണ ചിലരെ കുറിച്ച് വിദൂഷകരും മറ്റും പണ്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ചാക്യാർ കൂത്തിൽ ചാക്യാർക്ക് ഒരു അവകാശമുണ്ട്, ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ ശരിയായ ദേഷ്യം സാഹസ്യരൂപേണ അവതരിപ്പിക്കാം. ഇന്നലെ MT ചെയ്തത് പിണറായി വിജയനെതിരെ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇന്ന് കേരളത്തിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ലിറ്റററി ഫെസ്റ്റിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള ആദ്യം MT പറയേണ്ടത്. MT പിടിച്ചു നിർത്തി നിങ്ങളിത് പറയൂന്ന് പറയാൻ മാത്രം സ്വാതന്ത്ര്യമുള്ളവരല്ല നമ്മൾ. പക്ഷേ എനിക്കറിയാമായിരുന്നു, ഇന്നലെ നമ്മളിത് കേട്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു, ദേശാഭിമാനിയുടെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ആളുകൾ അദ്ദേഹത്തെ സൗമ്യമായി വിരട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. ആ വിരട്ടലിന്റെ ഫലമായിട്ട് അദ്ദേഹം വേണ്ട, ഇനിയിപ്പോ വെറുതെ നമ്മൾ ഒരു മരണാനന്തര പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട എന്ന് കരുതി അദ്ദേഹം സൗമ്യനായത് മാത്രമാണ്. ഇതിനൊരു കാരണം പറഞ്ഞാല്, ജോർജ് ഓർവെൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ, 1984 ഒക്കെ എഴുതിയ സാഹിത്യകാരൻ, പൊളിറ്റിക്സ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ലാംഗ്വേജ്, പൊളിറ്റിക്സ് ആൻഡ് ദ ലാംഗ്വേജ് ഇഫക്ട് ഓൺ ഇറ്റ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്, ഒരു ലേഖനം. രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയം ദുഷിച്ചതാവുമ്പോൾ, അധികാരം ദുഷിക്കുമ്പോൾ സാഹിത്യവും എഴുത്തും എല്ലാം ദുഷിക്കും. അത് സ്വാഭാവികമാണ്, അതിനൊരു കണക്ഷൻ ഉണ്ടെന്നാണ്, കലയുമെല്ലാം. അപ്പൊ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ചില വലിയ സാഹിത്യകാരന്മാർ, പേര് ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഈ പ്രാവശ്യമാണ് ഞാൻ കേട്ടത് അവരെ പറ്റി, പിണറായി വിജയൻ സൂര്യനാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് കുറെ ഒരു റാപ്പ് ഡാൻസ് ഒക്കെ വെച്ച്, അതായത് ഈ വേതാള നൃത്തം, അത് വേതാള നൃത്തമാണ്, അത് പോപ്പോ റാപ്പോ ഒന്നുമല്ല.
അതൊരു വേതാള നൃത്തമാണ്. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വൈതാളികര് വേതാള നൃത്തവും അതിനനുസരിച്ചുള്ള സാഹിത്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വരുന്ന സാഹിത്യ സൃഷ്ടി നോക്കിയാൽ അറിയാം. മുമ്പ് ഒരു തിരുവാതിരക്കളിയുടെ പാട്ട് ഓർമ്മയില്ലേ, കാരണബോധനെ പറ്റിയിട്ടുള്ളത്. അതെ. അങ്ങനെ അനേകം വൃത്തികെട്ട സാഹിത്യത്തിന്റെ തറവാട്ടിൽ കയറ്റാൻ കൊള്ളാത്ത, എന്തിന് പിന്നാമ്പുറത്ത് പോലും ഇരുത്താൻ കൊള്ളാത്ത വൃത്തികെട്ട വ്യക്തിസ്തുതികളും ദുഷിച്ച് നാറുന്ന അപദാനങ്ങളും പാടി നടക്കുന്ന ചില പുതിയ നവയുഗ പാണന്മാര് ഇറങ്ങിയിട്ടുണ്ട്. ജാതിയല്ല കേട്ടോ പറയുന്നത്, നവയുഗ പാണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവര് പിണറായി വിജയനെ സ്തുതിച്ചിട്ട് ചില അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവതി കഴിഞ്ഞ MT വാസുദേവൻ അവർക്ക് നല്ല ഒരു ശക്തി വന്നു ചേർന്നു. എന്താണ് പ്രജ്ഞാനാമ ബലം എന്ന് കഥാസരി സാഗരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞാനാമ ബലം, ഇന്റലക്ട് ഇസ് ദ റിയൽ സ്ട്രെങ്ത് എന്നാണ്. അതായത് ഒരാളുടെ മേധാശക്തിയാണ് ശരിയായ ബലം. നോളജ് ഇസ് പവർ എന്ന് പറഞ്ഞത്. ആ പവർ ഇവർ പുറത്തെടുത്തത് ഇനിയൊന്നും ഭയക്കാനില്ല എന്ന കാലത്താണ് ഇദ്ദേഹം ഇത് പുറത്തെടുത്തിരിക്കുന്നത്. അതിൽ രസകരമായ ഒരു കമ്പാരിസൺ MT വാസുദേവൻ നടത്തുന്നുണ്ട്. അതായത് ഈ EMS കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. EMS കുറെ കൂടെ നല്ലയാളായിരുന്നു, അല്ലെങ്കിൽ EMS കുറെ കൂടെ വ്യക്തിയാരാധനയ്ക്ക് അപ്പുറത്തു നിന്ന് മനുഷ്യന് നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിന്റെ അർത്ഥം EMS വളരെ നല്ല ആളായിരുന്നു എന്നല്ല, മറിച്ച് ഈ കൗരവരുടെ കൂട്ടത്തിൽ ഇവൻ നല്ലു എന്ന് പറയുന്ന പോലെയാണ്. അതെ. ദുര്യോധന ഇത്ര പിഴച്ചു പോകരുതേ, നിന്റെ കൂട്ടത്തിലും നല്ലവരുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെയാണ്. ഒരു EMSനെ താരതമ്യം ചെയ്തതിൽ വിയോജിപ്പുകൾ ഉണ്ട്. പക്ഷേ EMSനെ താരതമ്യം ചെയ്തിട്ടും ഈ MT ഉദ്ദേശിച്ചത് പിണറായി അല്ല എന്ന് പറയുമ്പോഴാണ് നമുക്കൊക്കെ അത്ഭുതം ഉണ്ടാകുന്നത്. അല്ല, അത് രസകരമായ സംഭവം. അത് എനിക്ക് തോന്നുന്നു MT വളരെ പുതിയ തരത്തിലുള്ള ഒരു കഥാഖ്യാന ശൈലി കൊണ്ടുവരികയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ കൗരവരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പിഴച്ചവരാണെന്ന് പറയുന്നതിന് പകരം നിങ്ങളിലും ചില ഗുണികൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ നോക്കിയിട്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ, എന്തിനാണ് ഇങ്ങനെ നശിച്ച് ദുഷിച്ച് നാറിപ്പോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. ഒരു പക്ഷേ EMSന് ഇതുപോലെ പിണറായി വിജയന് കിട്ടിയതുപോലെ താലത്തിൽ വെച്ച് 2 or 3 തവണ അധികാരം കിട്ടിയിരുന്നെങ്കിൽ പിണറായി വിജയനേക്കാൾ ദുഷിച്ചു പോകുമായിരുന്നു EMS എന്ന് വ്യക്തിപരമായി ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഷയിലും ശൈലിയിലും ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മയോട് ചോദിച്ചാൽ അത് ഗൗരിയമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും എല്ലാവർക്കും. EMS അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ വ്യക്തിയല്ല, ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന സിദ്ധാന്തം ഒരു അധികാര കസേരയിലേക്ക് എത്തുമ്പോൾ പാല് വാങ്ങിയിട്ട് പറമ്പിൽ വെച്ച അവസ്ഥയാവും. അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത പാല് സുഗന്ധമുള്ളതാണ്, ഗുണപുഷ്ടിയുള്ളതാണ്, അതെടുത്തിട്ട് പറമ്പിൽ വെച്ചാൽ അത് നിമിഷങ്ങൾ കൊണ്ട് കെട്ടു നാറും. അതുപോലെ കമ്മ്യൂണിസം എന്ന സിദ്ധാന്തം ഒരു അധികാര കസേരയിൽ ഇരുത്താൻ കൊള്ളാത്തതാണെന്ന് ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളും, എസ്പെഷ്യലി എല്ലാ തരത്തിലുള്ള മാർക്സിയൻ സിദ്ധാന്തം അവലംബിച്ചു വന്നിട്ടുള്ള മന്ത്രിസഭകളും തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. ക്യൂബയിലെ സ്ത്രീകളുടെ തുടയിൽ വെച്ച് ചുരുട്ടിയ ചുരുട്ടെന്നാണ് ക്യൂബയിൽ പരസ്യം കൊടുത്തിരുന്ന ആ കാലത്ത്. പിന്നെ ചുരുട്ടിനെ പരസ്യമായിട്ട് സുന്ദരികളായ സ്ത്രീകൾ തുടയിൽ വെച്ച് ചുരുട്ടിയ ചുരുട്ട് എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് എല്ലാ തരത്തിലും സാമൂഹികമായിട്ടുള്ള എല്ലാ തട്ടിലും ഒരുപോലെ ദുഷിപ്പിക്കുന്ന എന്തോ ഒരു എലിമെന്റ്, എന്തോ ഒരു കാര്യം കമ്മ്യൂണിസത്തിലുണ്ട്. അത് ഓരോ ഭരണാധികാരിയും മുറതെറ്റാതെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തുടർഭരണം കൊടുക്കുകയേ വേണ്ടൂ. ഇപ്പൊ നമുക്കറിയാം ഇതെന്തുകൊണ്ട് മോദിയെ പറ്റി അല്ല എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മോദിക്ക് വ്യക്തിസ്തുതി പാഠകരുണ്ട്, മോദിക്ക് പരസ്യം ചെയ്യുന്ന ആളുകളുണ്ട്, മോദി അൾട്രാ മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ആളാണ്. ഇതൊക്കെ ഇവിടെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷേ മോദി എപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ മോദി വരുന്ന വഴിയിൽ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല, മോദി വരുന്ന വഴിയിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല, മോദിയോട് ആരും എതിർത്ത് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അപ്രൈമാ ലാ ഡെലൂഷ് എന്ന് ലൂയി 16 പറഞ്ഞതുപോലെ എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ ആരാണ് ഭരിച്ചിട്ടുള്ളത്, മോദിയാണോ പിണറായിയാണോ? അപ്പൊ മോദിയുടെ 2ാം ഘട്ടത്തിൽ മോദി ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ശോഭയോടുകൂടി ജനമനസ്സുകളിലേക്ക് വരികയും വികസനം നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത അത്രയും അളവിൽ വലുതാവുകയും ചെയ്തു. അപ്പൊ മോദി സാധാരണക്കാർക്ക് വേണ്ടി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ട് വീടിന്റെ പദ്ധതികൾ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള പദ്ധതികൾ പോലും കൈയിട്ട് വരുന്ന പിണറായി വിജയനെയാണോ അതോ മോദിയാണോ MT വാസുദേവൻ നിന്ദിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പം അരിയാഹാരം കഴിച്ചാൽ മതി. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇവിടെ ലൈഫ് പദ്ധതി കൊണ്ടുവന്നു, ലൈഫ് മിഷന്റെ പേരിൽ നടത്തിയ അഴിമതി എത്രയാണ്? സാധാരണക്കാർക്ക് അന്തിയുറങ്ങാൻ ഇടമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയിൽ പോലും കൈയിട്ട് വരി സർക്കാരാണ് ഇവിടെയുള്ളത്.
സ്വന്തം കുടുംബത്തിന് വേണ്ടി വ്യക്തിസ്വത്ത് കൂട്ടാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹത്തിന്റെ കൂടെ ദീർഘകാലം സഞ്ചരിച്ച സെക്രട്ടറി പോലും പറഞ്ഞുവല്ലോ. അതായത് അദ്ദേഹം പോലും ഇപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാണല്ലോ. ശിവശങ്കരനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ എത്ര 2 ടേമിനുള്ളിൽ 2000 അഴിമതി ആരോപണങ്ങൾ ആഴത്തിലുള്ളത് വന്നിട്ടും ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ അധികാര കസേര അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യനോട് തന്നെയാണ് MT വാസുദേവൻ ഇത് പറഞ്ഞിരിക്കുന്നത്. വാസുദേവൻ നായർ തിരുത്തിയത് എന്തുകൊണ്ടാണ്? കേരളത്തിലായതുകൊണ്ടാണ്. തിരുത്തിയില്ലെങ്കിൽ വാസുദേവൻ നായരുടെ പല്ലടിച്ചു കൊഴിക്കാൻ പോലും ഈ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തക സംഘം മടിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അടുത്ത കാലത്തെ ചില സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. യെസ്, ഡോക്ടർ ശിവപ്രസാദ്, ഇന്നലെ ഈ വിഷയം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. ഈ സംവാദത്തിനൊടുവിൽ ഞാൻ പറഞ്ഞത് MT യോടുള്ള ബഹുമാനം കൂടുന്നു എന്നാണ്. കാരണം MT തുറന്നു പറഞ്ഞു, യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വിമർശനമല്ല, ഞാൻ യാഥാർത്ഥ്യം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല കാര്യം. MT യോടുള്ള ആദരവും ബഹുമാനവും ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നലെ ജനറൽ ഡിബേറ്റ് അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ദേശാഭിമാനിയിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയല്ല, സർക്കാരിനെ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള പ്രേരണ എന്തായിരിക്കും ഡോക്ടർ ശിവപ്രസാദ്? സാഹിത്യകാരന്മാർ അല്ലേ, അവർ നട്ടെല്ല നിവർത്തി കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? അത് രാഷ്ട്രീയം നോക്കി ആവരുത് ഒരിക്കലും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ നാണം കെട്ട പരിപാടിക്ക് MT യെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഇന്നലെ ഒരു കാര്യം പറയുന്നു, ഇന്ന് തിരുത്തി പറയുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറയാൻ മാത്രം MT യിൽ ആരായിരിക്കും സ്വാധീനം ചെലുത്തിയത്? വാസ്തവത്തിൽ MT വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകൾ കേരളീയർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. കാരണം MT വാസുദേവൻ നായരെ പോലുള്ള ഒരു എഴുത്തുകാരൻ പൊതുവെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ തൻ്റെ എഴുത്തും വായനയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, നോട്ട് നിരോധന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കേരള ലിറ്റററി ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ഈ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും വ്യക്തമല്ല. പക്ഷേ അതിന് സാഹചര്യ നിമിത്തം ചില കാര്യങ്ങൾ കേരള ജനതയോട് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ MT വാസുദേവൻ നായരുടെ ഈ പ്രസ്താവനയോട് കേരളത്തിലെ ചില എഴുത്തുകാർ പ്രതികരിച്ച രീതിയാണ് എന്നെ അന്തരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രതികരിച്ച ഇവരുടെ പ്രസ്താവനകൾ, നിലപാടുകളൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സത്യാനന്തര കാലത്താണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാനാണ് ഞാൻ തയ്യാറാവുന്നത്. സത്യാനന്തര കാലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ വ്യാജ വാർത്തകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് സത്യാനന്തര കാലത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, പലപ്പോഴും പറയാറുണ്ട്, വ്യാജ വാർത്തകൾ എങ്ങനെയാണ് സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്നാണ്. ഒരു അസത്യമാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ അത് സത്യമാണെന്ന ഭാവത്തിൽ വിശ്വസിക്കാൻ നാം വിധിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും MT വാസുദേവൻ നായർ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ തന്നെ നമുക്ക് അത് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. വാസ്തവത്തിൽ MT മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്, മുമ്പ് പലരും ഈ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എഴുത്തുകാർ ആരായിരിക്കണം, ഭരണകൂടങ്ങളോട്, രാഷ്ട്രീയക്കാരോട് എഴുത്തുകാർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നേരിടേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് മുമ്പ് തന്നെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ MT യുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ കൂടി പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. നമ്മുടെ കവി സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, ഇത് കേരളത്തിന്റെ അന്തരീക്ഷത്തെ അടിസ്ഥാനമാക്കി ചെയ്ത ഒരു പ്രസംഗമല്ല ഇത് ഇന്ത്യയിലെയും ഭൂഗോളത്തിലെയും ഒക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. സക്കറിയും സാറാ ജോസഫും ഒക്കെ തന്നെ ഇതേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ കൽപ്പറ്റ നാരായണനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇത് കൃത്യമായിട്ടും കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു പ്രസ്താവന ആലങ്കാരികമായിട്ടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട് വാസ്തവിക ബോധത്തോട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള പ്രസ്താവന പോലും നമുക്ക് നേരാംവണ്ണം മനസ്സിലാക്കിയിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നമ്മൾ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ എഴുത്തുകാര് തീർച്ചയായിട്ടും സത്യാനന്തര കാലത്തിന്റെ
അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം എൻ ടി വാസുദേവൻ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഒരു ഭരണകൂടവും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് ചിലപ്പോൾ അദ്ദേഹം തോന്നിയിരിക്കാം. ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അവധി കഴിഞ്ഞു, അല്പം പ്രായമായി കഴിഞ്ഞു. അതുകൊണ്ട് ആരെയും അല്പം വെറുപ്പിക്കണ്ട എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടില്ല. പക്ഷെ കൃത്യമാണ് അത് പറഞ്ഞ വേദി, അത് പറഞ്ഞിട്ടുള്ള അന്തരീക്ഷം, അതിന്റെ സാഹചര്യം ഒക്കെ വ്യക്തമാണ്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും റഷ്യൻ എഴുത്തുകാരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എം ടിക്ക് അറിയാത്ത കാര്യമല്ല. എങ്ങനെയാണ് ജോർജ് ഓർവലൊക്കെ ആനിമൽ ഫാം എന്നുള്ള നോവൽ എഴുതിയതെന്ന് എം ടിക്ക് അറിയാത്തതല്ല, നമുക്കറിയാം കൃത്യമായിട്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഉള്ള ഒരുപാട് നോവലുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സോവിയറ്റ് യൂണിയൻ അക്കാലത്ത് സംഭവിച്ചത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അറിയുന്ന ഒരാളാണ് എം ടി. അതുകൊണ്ടാണ് കൃത്യമായിട്ടും റഷ്യയിൽ തന്നെ അദ്ദേഹം ഉദാഹരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം ഉദാഹരിച്ചത് EMSനെയാണ്. വാസ്തവത്തിൽ എം ടിയെ പോലുള്ള ഒരാൾ EMS ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചരിത്രം, പുരോഗമന കലാസാഹിത്യത്തിന്റെ ഈ ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. തീർച്ചയായിട്ടും എങ്ങനെയാണ് അവർ സാഹിത്യത്തെ കണ്ടത്, പുരോഗമന കലാസാഹിത്യ സംഘം എങ്ങനെയാണ് സാഹിത്യത്തെ കണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടിയിട്ട് പടപൊരുതാനുള്ള ഒരു അണികളായിട്ടാണ് മാത്രമാണ് അവർ എഴുത്തുകാരെയും കലാകാരന്മാരെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരാളല്ല എം ടി. പോലെ എഴുത്തുകാരനെ ഇത് അംഗീകരിക്കുന്ന ആളല്ല. അദ്ദേഹം മറ്റൊരു വശത്ത് നിൽക്കുന്ന ആളാണ്, സർഗാത്മകത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം EMSനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ KPFനെ പോലുള്ള ചില ആൾക്കാരെ ഓർമ്മിക്കേണ്ടത്. KPFന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ജീവിച്ച കാലഘട്ടമൊക്കെ സംവാദങ്ങളുടെ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു അന്തരീക്ഷമായിരുന്നു. KPFന് പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയക്കാർ എഴുത്തുകാർക്ക് അപ്പം കൊടുക്കുന്നു, അവയിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങുന്നുവെന്ന്. അങ്ങനെ കഴിഞ്ഞ് അപ്പം കൊടുത്തിട്ട് സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എഴുത്തുകാർ ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ അപ്പം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ നടത്തിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രസ്താവന പോലും അത് വേണ്ട രീതിയിൽ പരിശോധിക്കുവാനോ അതിനെക്കുറിച്ച് സംവദിക്കുവാനോ തയ്യാറാവാതെ സച്ചിദാനന്ദനെ പോലുള്ള എഴുത്തുകാരൊക്കെ തന്നെ അത് ഭൂലോകത്തിലെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സത്യാനന്തര കാലത്താണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഉറപ്പിക്കാൻ നമ്മൾ ഇത്തരം പ്രസ്ഥാനം മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കൽപ്പറ്റ നാരായണനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇത് കൃത്യമായിട്ടും കേരളത്തിന്റെ അന്തരീക്ഷമാണ് എന്ന്. എന്തുകൊണ്ട് അദ്ദേഹത്തിനും ഈ പറഞ്ഞിട്ടുള്ള എം ടിയെ തിരുത്താൻ കഴിയും? എം ടിയോട് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എം ടിയുടെ വാദങ്ങൾ ഇങ്ങനെയാണെന്ന് എം ടിയോട് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തുകാരനായിട്ടുള്ള എം ടി ഒരു സാമൂഹിക വിമർശനം നടത്താൻ വേണ്ടി നടത്തിയ പ്രസ്താവന തന്നെയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ശ്രീ ഹരിദാസ് 20 വർഷം മുമ്പ് എഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ടി ആവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത്. 20 വർഷം മുമ്പ് എഴുതിയതിൽ അതേപോലെ അദ്ദേഹം ഇന്നലെ എഴുതിക്കൊണ്ടുവന്ന് അവിടെ നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശ്രീ ഹരിദാസ്, എം ടി ഒരു ഭീരുവാണോ? നോക്കൂ, ഇപ്പോൾ എം ടി നവതി അദ്ദേഹം ആഘോഷിച്ചു. എം ടിക്ക് ഇനി സ്ഥാനമാനങ്ങൾ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇനി കൊടുക്കാനുള്ള പുരസ്കാരങ്ങൾ, ഒരുവിധം എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ അതിലൊന്നും അദ്ദേഹത്തിന് ആർത്തിയില്ല, താല്പര്യമില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്ക് ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെക്കുറിച്ചോ അല്ല പറഞ്ഞത് എന്ന് അദ്ദേഹം പറയാൻ ഇടവന്ന ആ ഒരു സാഹചര്യം എന്തായിരിക്കും? ആരായിരിക്കും അദ്ദേഹത്തെ രാത്രിക്ക് രാത്രി പോയി കണ്ട് പറഞ്ഞത് താങ്കൾ ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന്? ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ആധികാരികതയിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോക്കൂ, എം ടിയെ പോലുള്ള ഒരു സാഹിത്യകാരൻ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് പേടിച്ച് തൻ്റെ പരാമർശം പിൻവലിക്കും
എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ പിൻവലിക്കേണ്ട ഒരാളാണോ MT? ആ ഒരു സ്റ്റാച്ചറിലാണോ അദ്ദേഹത്തെ നമ്മളൊക്കെ നിർത്തിയിരിക്കുന്നത്? അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പിൻവലിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റം ഒരു അനീതിയാണ്. കാരണം അദ്ദേഹത്തെ ഒരു സാഹിത്യകാരൻ എന്നതിനപ്പുറം കേരളത്തിൻ്റെ ഒരു തലമുതിർന്ന വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ജ്ഞാനപീഠം അവാർഡ് നേടിയ വ്യക്തി എന്ന നിലയ്ക്കും അപ്പുറമുള്ള ഒരു തേജസ്സായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആരാധിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു പകുതി ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യം അദ്ദേഹം പറയുകയും അദ്ദേഹം ഒറ്റ രാത്രി നേരം ഒരു രാത്രി വെളുത്തപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്തത് ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് സത്യത്തിൽ എനിക്കും അനിൽ നമ്പ്യാർക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ആരുടെയോ സമ്മർദ്ദം കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് കരുതാം. പക്ഷെ അവിടെയും അത്തരം ഒരു പത്രപ്രസ്താവന ഈ ദേശാഭിമാനിക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെയും അത് പ്രത്യേകിച്ച് ശ്രീ അനിൽ നമ്പ്യാരെ പോലുള്ളൊരു പത്രപ്രവർത്തകൻ ഇപ്പോൾ പറയുന്നു അതിന് കുറച്ച് ആധികാരികത ഉണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് വരെ അത് ദേശാഭിമാനിയിൽ മാത്രം വന്ന വാർത്ത എന്ന നിലയ്ക്ക് എനിക്കൊരു തമാശ കഥ അതിൽ പറയാനുണ്ട്. എൻ്റെ അറിവിൽ ഒരു അധ്യാപക സംഘടനയുടെയൊക്കെ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയൊക്കെ വലിയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഞാൻ നോക്കുമ്പോൾ രാവിലെ വളരെ തിരക്കപ്പെട്ട് അദ്ദേഹം പോകുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി ഇദ്ദേഹം പോകുന്നത് വായനശാലയിലേക്കാണ്. അപ്പോൾ എന്നെയായിട്ട് വളരെ സൗഹൃദത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, മാഷ എങ്ങോട്ട് ഇത്ര തിരക്കിൽ ഈ വായനശാലയിലേക്ക് രാവിലെ പോണത്? ഞാൻ പത്രം വായിക്കാനാണ് പോണത് ഹരിദാസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ പത്രം വരുത്തണില്ലേ? അത് ദേശാഭിമാനിയാണ്, നമുക്ക് നേരെ അറിയണമല്ലോ, അതിന് നമുക്ക് മറ്റു പത്രങ്ങൾ വായിക്കണം. അപ്പോഴാണ് ആ ക്യാപ്ഷൻ്റെ വില എനിക്ക് മനസ്സിലായത്. നേരറിയാൻ നേരത്തെ അറിയാൻ. മറിയക്കുട്ടിയെ പറ്റി എഴുതിയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. 1.5 ഏക്കർ 28 ഏക്കറിൽ താമസിക്കുന്ന മറിയക്കുട്ടിക്ക് 1.5 ഏക്കർ ഭൂമി ഉണ്ട് എന്ന് പിന്നീട് തിരുത്തെഴുതി മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയ ഇവരുടെ പത്രത്തിന് മാത്രമായിട്ട് MT വാസുദേവൻ നായർ അങ്ങനെ ഒരു പത്രപ്രസ്താവന നടത്തുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട. എന്തുകൊണ്ട് MT തിരുത്തി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, തനിക്ക് ചുറ്റുമുള്ള ഉപജാപക വൃന്ദങ്ങളും തനിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടങ്ങളും തനിക്ക് ചുറ്റുമുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഒളിപ്പോരാളികളുമാണ് കേരളത്തിലെ ജനങ്ങൾ അഥവാ മലയാളികൾ എന്ന് വല്ലാണ്ട് ധരിച്ച അവശനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത്. എനിക്ക് ഈ ഭരണത്തെ താരതമ്യപ്പെടുത്താൻ തോന്നുന്നത് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ പോലെയാണ്. അതിനപ്പുറമുള്ള ഒരു മേന്മയും ഈ ഭരണത്തിൽ നമ്മളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5 വർഷമായിട്ടുള്ള ഭരണത്തിൽ നമ്മൾ കാണുന്നില്ല. സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ ഞാൻ ഒരു സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് വരുന്ന ക്ലിപ്പുകൾ കാണുമ്പോൾ നമുക്കറിയാം അതിലത്തെ സന്തോഷ് പണ്ഡിറ്റാണ് വില്ലൻ, സന്തോഷ് പണ്ഡിറ്റാണ് നായകൻ, സന്തോഷ് പണ്ഡിറ്റാണ് പാട്ട്, സന്തോഷ് പണ്ഡിറ്റാണ് ക്യാമറ, സന്തോഷ് പണ്ഡിറ്റാണ് എല്ലാം. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പക്ഷേ ആ സിനിമയ്ക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ സന്തോഷ് പണ്ഡിറ്റിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വിചാരിക്കുന്നത് ഞാൻ ഇറക്കുന്നതാണ് ഏറ്റവും നല്ല സിനിമ, എനിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘങ്ങളാണത് പറയുന്നത് എന്നുള്ള ബോധം സന്തോഷ് പണ്ഡിറ്റിനില്ല. ഈ മുഖ്യമന്ത്രിക്കും അത്തരത്തിലുള്ള ഒരു ബോധം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ധൃതരാഷ്ട്രയുടെ കാര്യം ഇവിടെ ആദ്യം സംസാരിച്ച പാനലിസ്റ്റ് പറയുന്നത് കേട്ടതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് ഒരു കണികൻ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു അത്ര. ഞാൻ വായിച്ചിട്ടുള്ള അറിവാണ്, പ്രത്യേകിച്ച് ഇവിടെ ഒരു സാഹിത്യകാരനൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. കണികൻ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ കണികൻ്റെ ഉപദേശങ്ങളാണ് പിന്നീട് കൂടനീതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ കൂടനീതി കൊണ്ടാണ് ഈ മഹാഭാരത യുദ്ധം ഉണ്ടായതും ഈ കൗരവർക്ക് ഇത്രയും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നും നമ്മുടെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കണികനേക്കാൾ വലിയൊരു കൂടനീതി നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞാൽ പത്രപ്രവർത്തകനാണ്, MK ഹരിദാസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ. പക്ഷെ അവിടെയാണ് MT എന്ന് പറയുന്ന വ്യക്തിയുടെ നാക്കിൽ നിന്നും വീഴുന്ന ആ വാക്കുകളിൽ ജനങ്ങൾ അങ്ങേയറ്റം ആകൃഷ്ടരായിട്ട് അത് ഏറ്റെടുക്കാൻ കാരണം അതാണ്. അനിൽ നമ്പ്യാരെ ഒരു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 ദിവസം മുമ്പ് കേരളത്തിൽ ഒരു ചാനൽ വൈകുന്നേരം 5 മണിക്ക് ഒരു പരിപാടി നടത്തുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് പൊതുജനങ്ങളുടെ കോളുകളാണ് അവരെടുക്കുന്ന വിഷയങ്ങളിലെ പ്രധാനമായിട്ട്, അല്ലാണ്ട് അവിടെ ഇതേമാതിരി ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ക്ലിപ്പ് നടക്കുന്നതാണ്, ഞാൻ ആ പരിപാടി കണ്ടിട്ടുള്ളതല്ല.
അതിൽ ഒരു കർഷക തൊഴിലാളി എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു കർഷക തൊഴിലാളിയാണ്, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ മുഖ്യമന്ത്രിയുടെ മുഖം ടി വിയിൽ കാണിക്കാതിരിക്കാൻ എൻ്റെ പ്രതിദിന വരുമാനത്തിൽ ഞാൻ എന്ത് തരണം എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കുള്ള ഭരണം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയെ പറ്റിയിട്ടാണ് ശ്രീ എം ടി വാസുദേവൻ നായർ സംശയലേശം എന്നെ, അതായത് നിറഞ്ഞ സദസ്സിൽ അവിടെ പറയാൻ ധൈര്യം കാണിച്ചത് എന്നുള്ളതിലെ ഓരോ മലയാളികളും അഭിമാനിച്ച നേരത്താണ് ഇപ്പം അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, സച്ചിദാനന്ദൻ പ്രാർത്ഥനാ രൂപത്തിൽ പറഞ്ഞത് എന്താണ്? അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത പ്രാവശ്യം മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടരുതേ, എങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് പോകുമെന്ന് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി. അപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ചു എം ടിയെ തിരുത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ശ്രീ സച്ചിദാനന്ദനെ തിരുത്തിയതും ആരാണെന്ന് ചോദിക്കേണ്ടി വരും. സച്ചിദാനന്ദൻ പറഞ്ഞു ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉരുട്ടെ. പക്ഷെ ഇത്തരക്കാരുടെ നാക്കിൽ നിന്നും വീഴുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളതാണെന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം അവർ പറയാൻ. ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലത്തെ എം ടി വാസുദേവൻ നായർ അത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. അദ്ദേഹം ആ വേദിയിൽ ഉദ്ധരിച്ചത് EMSനെയാണ്. EMSനെ ത്വാത്വിക ആചാര്യനായിട്ടും അല്ലെങ്കിൽ ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടും ഒരു സമൂഹം കാണുമ്പോൾ മറ്റൊരു സമൂഹം അദ്ദേഹത്തിൻ്റെ ദോഷദൃക്കായിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സമയമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത ചാൻസിൽ പറയാം. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ഇത് മോദിയെ കുറിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയെയും ശ്രീ അദ്വാനിയെയും ശ്രീ മുരളി മനോഹർ ജോഷിയെയും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ശ്രീ എനിക്ക് EP ജയരാജനോട് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് EMSനെ ഉദാഹരിക്കേണ്ട കാര്യമില്ല. ഈ ഭരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ EMSന്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടും EMSന്റെ കാഴ്ചപ്പാടുകളെ ഉദ്ധരിച്ചും പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ ഭരണത്തെക്കുറിച്ചിട്ടും ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടും. പക്ഷെ കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. കാരണം ആ പരിപാടി കഴിയേണ്ട സമയം വരെ അവിടെ ഇരിക്കേണ്ട ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തി അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു പക്ഷെ പറയാം അദ്ദേഹം അവിടെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേഗം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നത് എന്ത് തന്നെയായാലും അത് മൈക്ക് ഓഫ് ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ആരെങ്കിലും അനൗൺസ്മെൻറ്റ് നടത്തട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകട്ടെ, അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നത് എന്തായാലും അദ്ദേഹം അവിടെ നിന്നും വളരെ വേഗം സ്ഥലം കാലിയാക്കുമെന്ന കാര്യം അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം പിന്നീട് ആ വിഷയം ഏറ്റെടുക്കുന്നത് അദ്ദേഹം സൂര്യ തേജസ്സാണ്. അടുത്തു പോയാൽ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് പരിപാവനമാണ്. അദ്ദേഹം യൂസ് ചെയ്ത് EWC ബസ്സും മ്യൂസിയത്തിൽ വെക്കണം. അദ്ദേഹം ദൈവം തന്ന വരദാനമാണ്. ഇത്തരത്തിലുള്ള ഉപജാപക വൃന്ദം ഇത്തരത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടുന്നവർ ആ വിഷയം ഏറ്റെടുക്കുമെന്നും അതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അധികാരത്തിന്റെ ലാഭവിഹിതം കൃത്യമായി വീതിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. താഴെത്തട്ടിൽ നിന്ന് ഇന്ന് യുവാക്കളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത് യുവാക്കൾക്ക് അവരുടെ ഭാര്യമാർക്ക് ജോലി വേണം. തീർച്ചയായിട്ടും അവരുടെ ഭാര്യമാർക്ക് ജോലി വേണം. ഈ പാർട്ടിയിലെ ഒന്നാം നിരയിൽ രണ്ടാം നിരയിൽ നിൽക്കുന്നവരുടെ ഭാര്യമാരുടെ ജോലി വിവരമൊക്കെ അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവർ പരേതരാകുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. ഇവരുടെയൊക്കെ ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും അത് എങ്ങനെ അവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ താൻ ചെയ്യുന്ന ഭരണം കൃത്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈയിടെ മോദി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ മോദിജി എന്ന് സംബോധന ചെയ്യരുത് എന്ന്. അത് പറഞ്ഞത് ഏറ്റുപറയുന്ന സുരേന്ദ്രൻ മോദിജി എന്നാണ് സംബോധന ചെയ്യുന്നത്. ഈയിടെ BJPയിലേക്ക് വന്ന മേജർ രവിയും പറയുന്നത് മോദിജി എന്നാണ്. അത് പ്രാവർത്തികമാക്കാൻ അണികൾ തയ്യാറാകുന്നില്ല എങ്കിലും മോദി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, എന്നെ മോദിജി എന്ന് സംബോധന ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ മുഖ്യമന്ത്രിക്ക് കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തെ വെച്ചിട്ടൊരു പാട്ടുണ്ടാക്കിയ സമയത്ത് ഒരു വാക്ക് പറയായിരുന്നു, വ്യക്തിയാരാധന സത്വരാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. EP ജയരാജനെ ചെന്താരകമാക്കി ചിത്രീകരിച്ചതിനെതിരെ നമുക്കൊക്കെ വ്യക്തമായി പറഞ്ഞു തന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് വരെ അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടുന്നവർക്കെതിരായിട്ട് P ജയരാജ് അതിനെ പറഞ്ഞ ചെന്താരകം എന്ന ഒരു നേതാവിനെ വിശേഷിപ്പിച്ചപ്പോൾ അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ട് സത്വരാഷ്ട്രീയം നമുക്ക് പാടില്ല, ക്ഷമിക്കണം, P ജയരാജനെ പുകഴ്ത്തിപ്പാടിയപ്പോൾ
എങ്ങനെ എല്ലാവരും ജയരാജന്മാരാണ് അനിൽ നമ്പ്യാർ, അതുകൊണ്ട് ഇനീഷിൽ മറന്നു പോവാണ്. ദൂഷിച്ച് നാറിയ ഒരു രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴേ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാൻ പറ്റി. ഈ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു കാര്യം ഇന്ന് എനിക്ക് ഓർമ്മ വന്നു. അതായത് അതിൽ 2 പേര് പ്രേതത്തിനെ കണ്ടു, 3-മത്തെ ആള് പ്രേതത്തിനെ കണ്ടിട്ട് ഭയന്നില്ല, ബാക്കി 2 പേരും ഭയന്നു. അപ്പം അതിലത്തെ ഒരു കഥാപാത്രം മറ്റുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഭയന്നു, അപ്പുകുട്ടൻ ഭയന്നില്ല പ്രേതത്തിനെ കണ്ടിട്ട്. എന്താണ് കാരണം? പ്രേതത്തിനെ കണ്ട് ഭയക്കാനും അതിൻ്റെതായ ഒരു ബുദ്ധി വേണം, അത് അപ്പൂട്ടനില്ല. അതുമാതിരി തന്നെയാണ് ഇ പി ജയരാജൻ ഇത് മോദിയെ കുറിച്ചാണെന്ന് പറയുന്നത്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും ഒരു പ്രത്യേക ബുദ്ധി വേണം, അത് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒന്നാമത് ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലത്തെ അവസ്ഥ എന്താകും? അതുപോലെ തന്നെ ഇദ്ദേഹം വിചാരിക്കുന്നത്, ഈ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഇദ്ദേഹത്തെ പുകഴ്ത്തി പാടുന്നവരെല്ലാം എന്നോടുള്ള ഭയം കൊണ്ടാണ്. അല്ല അനിൽ നമ്പ്യാർ, ആ പാർട്ടി അങ്ങനെ ആയിപ്പോയി. അപ്പം ഇപ്പം മത്സരിക്കുകയാണ്. ഈ MT വാസുദേവൻ നായരുടെ ഇന്നലെ പറഞ്ഞ ഈ കാര്യം പോലും ഏറ്റെടുത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ, ഇത് ഈ പിണറായി വിജയനെ കുറിച്ചല്ല എന്ന് ന്യായീകരിക്കാൻ മത്സരമാണ്. അതുപോലും മുതലെടുപ്പാണ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ സജി ചെറിയാൻ വരുന്നു, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നു. ഇനി അപ്പോൾ ഒന്ന് ഇതിന് പോലും, അതായത് ഒരു മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു എന്നതല്ല, അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയുടെ മേലിൽ വീണ കരി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോലും മത്സരിക്കുകയാണ്. എന്തായാലും MT പറഞ്ഞ ഒരു കാര്യത്തിൽ, MTയുടെ കഥയിലെ കാലം എന്ന നോവലിലെ സേതു എന്ന് പറയുന്നൊരു കഥാപാത്രം പറയുന്ന ഡയലോഗുണ്ട്, സേതുവിന് എന്നും വലുത് സേതുവാണ്, സേതുവിന് ചുറ്റും നിൽക്കുന്നവരാണ്. അപ്പം MT എന്ന് പറഞ്ഞത് പിൻവലിച്ചാലും MT ആ കഥയിൽ പറഞ്ഞ സേതുവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം നാൾക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മറിയക്കുട്ടി മോഡൽ സമരങ്ങൾ വരെ ഇന്ന് അത്തരം ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഏറ്റെടുത്തിട്ട് പറയുന്നത് മറിയക്കുട്ടി മോഡൽ സമരം എന്നാണ്. അത്തരത്തിലൊരു സമരം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഭരണം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ട് ശ്രീ MT വാസുദേവൻ നായർ അത് അദ്ദേഹത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ്. അനിൽ നമ്പ്യാർ, ഞാൻ നിർത്തുകയാണ്. ഇവർ ധൈര്യമുണ്ടെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യട്ടെ. ഈയിടെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 3 കമ്പാർട്ടുകൾ മാറിക്കയറിക്കൊണ്ട് ഞാൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകുമോ? എല്ലാവരും ഇടതുപക്ഷ വിരുദ്ധരാകുമോ? നമ്മൾ ഓരോ സീറ്റിൻ്റെ ഇടയിലും ഗ്യാപ്പ് കിട്ടുന്നിടത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ ചർച്ച നടക്കുന്നത് ഈ ഭരണത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും പറയാനുള്ളത് MT പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മറിയക്കുട്ടി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ഒരുപാട് CID വർക്കുകൾ ഉള്ളതല്ലേ. ഒരു ട്രെയിനിൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ഇവരുടെ ആൾക്കാരെ ഇരുത്തട്ടെ, ജനങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഒരു സർവേയും നടത്തേണ്ട, ഒരു ട്രെയിൻ യാത്ര ചെയ്താൽ മതി. ഒരു കല്യാണ വീട്ടിൽ പോയാൽ 4 പേര് കൂടി നിൽക്കുന്നിടത്ത് സംസാരിക്കുന്നത് ഈ ഭരണത്തെക്കുറിച്ചാണ്. ആ 4 പേരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണോ? അല്ല, അതിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട്. ഒരു മരണ വീട്ടിൽ പോയാൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി കാത്തു നിൽക്കുന്നവർക്കും അവിടെയും കൂടി നിൽക്കുന്നവർക്ക് സംസാരിക്കാനുള്ളത് ഈ ഭരണത്തെക്കുറിച്ചാണ്. ഇത് ഇത്തരത്തിൽ ഒന്നും നടക്കാത്ത ഒരു ശുഭസൂചകമായ ഭരണമാണ് കേരളത്തിൽ. എന്തെന്നാ പറയേണ്ടത്? ഇത്രയും നല്ല ഭരണം മാവേലിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്ന ധാരണയിൽ നടക്കുന്ന ഇവരോട് നമുക്ക് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. ശ്രീ അനിൽ നമ്പ്യാർ. വിദ്യാസാഗർ കുരുമൂർത്തി, സാധാരണ വിരട്ടി വരുതിയിലാക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഈ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച ആ ഇന്നോവ വാൻ വിടുകയാണ്. അതൊക്കെയാണ് പതിവ് രീതി CPM-നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ MT എടുത്താതൊന്നും ചിലവാകില്ല. അപ്പോൾ ഒരുപക്ഷെ കരഞ്ഞു പറഞ്ഞു കാണും, പ്രിയപ്പെട്ട MT, ഇത് താങ്കളൊന്ന് തിരുത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് താങ്കൾ കരുണ കാണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഒരുപക്ഷെ ഈ ഒരു തിരുത്ത് അദ്ദേഹം വരുത്തിയത്, അല്ലേ? ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിണറായി വിജയൻ തന്നെ ഡയറക്റ്റ്ലി അദ്ദേഹത്തെ വിളിച്ചിട്ട് സ്നേഹത്തോടെ പറഞ്ഞു കാണും. പിണറായി വിജയൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മീശ മാധവൻ മീശ വിരിക്കുന്നവരാണ്. അത് ആ സാധനം അവിടെ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതായത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. നീറോ ചക്രവർത്തി മുതലുള്ള ആളുകളുടെ പ്രേതങ്ങളാണ് അതത് കാലയളവിൽ ഓരോ രാഷ്ട്രീയക്കാരായിട്ട് അവതരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് അവനവന്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അവനവന്റെ ജീവിത നിലവാരം ഉയർത്തുക, അവനവന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം
4 സ്റ്റെപ്പ് കയറാൻ വയ്യ. എന്നാൽ ഇത്ര വയ്യാതെ ഈ വെരിക്കോസ് വെയിനും അല്ലെങ്കിൽ ഭഗന്തരവും ഒക്കെ ഉള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നത്? അവർക്ക് വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചൂടെ? അവർക്ക് എന്തായാലും സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഭരിക്കുക, തുടർന്ന് ഭരിക്കുക, വീണ്ടും ഭരിക്കുക, വീണ്ടും വീണ്ടും ഭരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുവാനോ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനോ അല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കണം, അവരുടെ അധികാര പ്രമത്തതയുടെ സീമകൾ വലുതാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. എന്തിനാണ് ഇവർ കഷ്ടപ്പെട്ട് ഇപ്പൊ നരേന്ദ്രമോദിയെ എടുക്കാം. നരേന്ദ്രമോദിക്ക് ഒരു 20 വയസ്സുകാരന്റെ ചുറുചുറുക്കും ആരോഗ്യവും അദ്ദേഹത്തിന്റെ നടത്തത്തിലും എടുപ്പിലും ഇരിപ്പിലും എല്ലാം കാണാം. പിണറായി വിജയന്റെ അവസ്ഥ എന്താണ്? പിണറായി വിജയന് വയ്യ. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും അശാന്തിയും ക്രൗര്യവും തമ്മിൽ ചേർത്തുള്ള ഒരു 10ാമത്തെ രസമാണ്. നവരസങ്ങൾ അല്ല. അശാന്തിയും ക്രൗര്യവും ഒരാളിൽ ഒത്തുചേർന്ന് മുഖത്ത് പ്രകടിപ്പെട്ടാൽ അതെന്താണോ കാണിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ളത്. ആ മനുഷ്യൻ ഗുരുമൂർത്തി, ഒറ്റ കാര്യം ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ട്രോളാണ്. അതായത് 85 ലക്ഷത്തിന്റെ നീന്തൽ കുളമുണ്ട്, പക്ഷെ നീന്താൻ അറിയില്ല. 40 ലക്ഷത്തിന്റെ തൊഴുത്തുണ്ട്, കറവ അറിയില്ല. 2 നിലയുള്ള വീടുണ്ട്, കയറാൻ കെൽപ്പില്ല. കേരള ഭരണമുണ്ട്, ഭരിക്കാൻ അറിയില്ല. അതിനല്ലേ യാഥാർത്ഥ്യം. എക്സലന്റ്. അതിൽ മറ്റൊരു വിഷയമുണ്ട്. അതായത് ഇതിനൊക്കെ ഞാൻ മിക്ക രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുമ്പോഴൊക്കെ അവരുടെ ഷെൽഫുകളിൽ നിറയെ പുസ്തകങ്ങൾ കാണാം. അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. നല്ല നല്ല സാരോപദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുണ്ട്, വായിക്കാൻ മനസ്സില്ല. അതാണ് സത്യം. ഈ പറഞ്ഞ 4 കാര്യങ്ങളുടെ മൂല കാരണം നല്ല നല്ല സാരോപദേശങ്ങൾ മനസ്സിലകത്ത് ചെറുപ്പത്തിലെ ചെല്ലാത്തതാണ്, അല്ലെങ്കിൽ വായന നിർത്തിയതാണ്. റീഡിങ് മേക്കത്ത് പെർഫെക്റ്റ് കംപ്ലീറ്റ് മാൻ എന്ന് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിട്ടുണ്ട്. വായന സമ്പൂർണനായ ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നു. ഈ വായന നിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് വായിക്കുമ്പോൾ അറിയാതെയെങ്കിലും ഇത്തരം ദുഷിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ക്രിറ്റിസിസം ആ വായനയിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് മഹാഭാരതം വായിച്ചാൽ കൗരവർ എത്രത്തോളം നിന്ദ്യരാകുന്നു, എന്തുകൊണ്ട് കൗരവർ നിന്ദ്യരായി എന്നുള്ളതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ആ ഗുണങ്ങളൊക്കെ തനിക്കുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിലോ? അപ്പോൾ ദുർഗുണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവരാണ് വായനയെ വെറുക്കുന്നത്. പിണറായി വിജയൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പുസ്തകം പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റൊരു ചാനലിലെ ഒരു എന്താ പറയാ ലോകത്തെ ഏറ്റവും മികച്ച കൊട്ടേഷനിലെ മാധ്യമ പ്രവർത്തകൻ ഒരു പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഈ സദസ്സിൽ, ജനകീയ സദസ്സിൽ കൊണ്ട് കൊടുത്തപ്പോ അതൊക്കെ ഞാൻ തുറന്നോളാം, താൻ വയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടത്. അതായത് പുസ്തകം തുറന്ന് അതിന്റെ ഗന്ധം അടിച്ചാൽ പോലും പിണറായി വിജയനെ സ്വയം തിരുത്തേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ കുളമുണ്ടാക്കുന്നതും സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നതും ഗോശാല ഉണ്ടാക്കുന്നതും പൂന്തോട്ടം പണിയുന്നതും എല്ലാം എന്തിന്റെ കാരണം കൊണ്ടാണ്? അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഗ്രന്ഥങ്ങളുടെ ഗന്ധം അടിക്കാത്തത് കൊണ്ടാണ്. അപ്പോ ബേസിക്കലി ഇവിടെ നഷ്ടപ്പെടുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ജോർജ് ഓർവെൽ എഴുതിയിട്ടുണ്ട് പോളിറ്റിക്സ് ആൻഡ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. അത് ആ ലേഖനം തീരുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പൊളിറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു കള്ളത്തെ, ഒരു നുണയെ സത്യമാക്കി അവതരിപ്പിക്കുവാനും, ഒരു കൊലപാതകത്തെ വളരെ ആരാധ്യമായി വീരകൃത്യമായി അവതരിപ്പിക്കാനും അപദാനം പാടാനും ഒക്കെയാണ്. അഴിമതിയെ നല്ല കാര്യം അവതരിപ്പിക്കാനൊക്കെയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് CPIM-ന്റെ വളരെ എന്ത് വൃത്തികെട്ട കാര്യവും നല്ല ഭാഷയിൽ ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത് ടു മേക്ക് എ ലൈ സൗണ്ട് ട്രൂത്ത്ഫുൾ, അതാണ് ജോർജ് ഓർവെലിന്റെ ഭാഷ. അതിനു വേണ്ടിയിട്ട് MN വിജയൻ എന്നൊരു ചാവേർ ഉണ്ടായിരുന്നു. ആ MN വിജയൻ മാഷ് KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന LP സ്കൂൾ അധ്യാപകന്റെ മുൻപിലുള്ള 32ഓളം കുട്ടികളെ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ 5ാം ക്ലാസ്സുകാരുടെ മുമ്പിൽ വെച്ച് അവരുടെ അധ്യാപകനെ കൊന്നു തലച്ചോറും കുടലും പുറത്തെടുത്തിട്ടിട്ട് ആ ബോർഡിൽ സാക്ഷി പറഞ്ഞാൽ വീണ്ടും ജയകൃഷ്ണൻ എഴുതി വെച്ച ലോകത്തെ ഏറ്റവും അധമന്മാരായ ക്രിമിനലുകളെ ഈ MN വിജയൻ എന്ന മലയാള ഭാഷാധ്യാപകൻ എത്ര മനോഹരമായിട്ടാണ് പൊതിഞ്ഞ് സംസാരിച്ചത്. ദേശാഭിമാനിയിൽ അന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയതും ഒരു പക്ഷെ അനിൽജി ഓർക്കുന്നുണ്ടാവും. അതായത് അദ്ദേഹം പറഞ്ഞത്, ഇവൻ എന്ത് അധ്യാപകനാണ്, കയ്യിലിരിക്കുന്ന സഞ്ചിക്കകത്ത് വെച്ച് ഒറ്റക്കൈ കൊണ്ട് ബോംബുണ്ടാക്കാൻ ഒറ്റക്കൈ കൊണ്ട് ബോംബുണ്ടാക്കാൻ പറ്റുമോ എന്ന് മാഷോട് തിരിച്ചു ചോദിച്ചാൽ അന്ന് ഉത്തരവില്ലായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഞാൻ എഴുതുകയാണ്, അതായത് ഞാൻ പണ്ഡിതനാണ്, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോടിനെ പോലെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും മൊത്ത കച്ചവടക്കാരനായിരുന്ന ഒരു പ്രഭാഷകൻ ഒരിക്കൽ പോലും ഈ SDPI-യുടെ അല്ലെങ്കിൽ നമ്മുടെ PFI-യുടെ ഭീകരവാദികൾ ഒരു മലയാള അധ്യാപകന്റെ കൈ വെട്ടി എറിഞ്ഞിട്ട് പോലും മിണ്ടാതിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്.
അതായത് ഇവരൊക്കെയും തന്നെയും പാർട്ടിയുടെ അടിമകളാണ്. ഇനി ഇതിൽ നിന്ന് വിട്ടുപോയി അടിമ ചങ്ങല പൊട്ടട്ടെ എന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം കാലിലും നാവിലുമെല്ലാം ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടകരമായ അവസ്ഥയാണ്. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി നമുക്കറിയാം പലപ്പോഴും ഭീകരവാദികളെ പോലും വിശുദ്ധരാക്കുന്ന കഴിവുള്ള ആളാണ്. സാറാ ജോസഫിനെ എടുക്കാം, ചുള്ളിക്കാട്, ഇന്ന് ഹരീഷ് പേരടി എനിക്ക് തോന്നുന്നു ഹരീഷ് പേരടി കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഹരീഷ് പേരടി ഒരു കാലത്ത് വളരെ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത വരികയാണ്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഒരു പക്ഷേ പേരടി പുസ്തകം വായിക്കുന്നുണ്ടാവും. ഗ്രന്ഥത്തിന്റെ ഗന്ധമടിക്കുന്നവന് പോലും മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഹരീഷ് പേരടി പറഞ്ഞു, മറ്റ് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരൊക്കെ ചുള്ളിക്കാട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് നാമ്പിടുന്ന ഒരു പൂമുട്ടാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചുള്ളിക്കാടന്മാരൊക്കെ പാർട്ടിയുടെ അടിമകളായിട്ട് ജീവിക്കുകയാണ്. അവരുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ നേതാവിന്റെ അപദാനം പാടുക എന്നുള്ളത്, അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സൈലൻസ് ഇസ് ഗോൾഡൻ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഇവിടെ സൈലൻസ് എന്താണ്? ഇത് സൈലൻസ് അല്ല, ശ്മശാന മൂകതയാണ്. അതായത് ജനാധിപത്യത്തിന്റെ എന്താ പറയാ, ജനാധിപത്യത്തിന്റെ പട്ടട എരിയുമ്പോൾ അവിടെ കൂടി നിന്ന് കൈയും കെട്ടി മൂകമായിരിക്കുന്ന മനുഷ്യ ശവങ്ങളാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് നവതി കഴിഞ്ഞ അവസരത്തിൽ ഒന്ന് വായ തുറന്നപ്പോഴേക്ക് തന്നെ ഭയം വന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇ.പി. ജയരാജൻ പറഞ്ഞ അത് ഇവിടെ പറഞ്ഞതല്ല, അത് നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞാണ്. കാരണം നരേന്ദ്രമോദിയുടെ BJP സർക്കാരിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. മനസ്സിലാവുന്നുണ്ടല്ലോ. BJP സർക്കാർ നോക്കണം, ഇതിന്റെയൊക്കെ ഒരു എന്തുതരം പരിഹാസ്യമായ അപഹാസ്യമായ രാഷ്ട്രീയ നിലപാടാണ്. നരേന്ദ്രമോദിയെ തിരുത്തണമെങ്കിൽ അത് അദ്വാനിജിയെ കുറിച്ചോ അടൽജിയെ കുറിച്ചോ ഗുരുജി ഗോൾവാൾക്കറെ കുറിച്ചോ ഡോക്ടർ ഹെഡ്ഗേവാറെ കുറിച്ചോ മാതൃക പറഞ്ഞുകൊണ്ട് വേണ്ടേ തിരുത്താൻ. ഓരോരുത്തരെയും അവരവരുടെ കുലത്തിലുള്ള മഹാന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഭേദപ്പെട്ട മനുഷ്യരെ കുറിച്ച് പറഞ്ഞാണല്ലോ തിരുത്തേണ്ടത്. ഇവിടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? EMS ഇത്തരത്തിലുള്ള വീരാരാധന സമാരാധന ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് പുറത്തു കടക്കണം. രാഷ്ട്രീയം ജനാധിപത്യത്തിൽ വരാനുള്ള ശരിയായ മാർഗമാണ്. പക്ഷേ അത് ദുഷിച്ച് നാറിക്കഴിഞ്ഞാല് ജനങ്ങൾക്ക് ബാധ്യതയായി തീരുമെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി EMSനെ ഉദാഹരിച്ചത് എന്തിന്റെ പേരിലാണ്? പിണറായി വിജയ, താങ്കൾക്ക് വളരെയധികം ജനാധിപത്യ വിരുദ്ധമായ ഏകഛത്രാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇന്നിപ്പോ എം ടി വാസുദേവൻ നായർക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇത് നാളെ തിരുത്തേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട്, കാരണം അദ്ദേഹം ജീവിക്കുന്ന കേരളത്തിലാണ്. ഞാൻ ഇത് നാളെ തരും, പക്ഷെ പറയേണ്ടത് ഇപ്പൊ പറഞ്ഞാൽ നാളെ ചെകിട്ടത്തൊരടി വെച്ച് കൊടുത്തിട്ട് നാളെ ഒന്ന് തലോടിയാൽ പോരെ എന്നതാണ് എം ടിയുടെ ലൈൻ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജോർജ് ഓർവെൽ പറഞ്ഞത് പൊളിറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് അസത്യത്തെ സത്യമാക്കാനുള്ളതും ഒരു വലിയ ഭീകരമായ കൊലപാതകത്തെ പോലും ന്യായീകരിച്ച് വീരാരാധനയാക്കി തീർക്കുന്നതും നെറികെട്ട അഴിമതിയും സ്വജനപക്ഷപാതവും സാമൂഹ്യ സേവനവും രക്ഷാപ്രവർത്തനമാക്കി തീർക്കുന്നതും എല്ലാം ഈ പറഞ്ഞ അടിമകൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകതയാണ്. അടിമ എപ്പോഴും ഉടമയെ സ്തുതിക്കുന്ന ഭാഷയെ പറയാവൂ. എപ്പോഴെങ്കിലും അവൻ മനസ്സിന്റെ ഉള്ളിലെ നീറ്റൽ വായിലൂടെ പുറത്തു വന്നാൽ അവന് ഭീകരമായ ശിക്ഷ ഓർമ്മ വേണം. ചാർലി ചാപ്ലിൻ അഡോൾഫ് ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ട് ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. അതിൽ അഡോൾഫ് ഹിറ്റ്ലർ ഈ ഭൂഖണ്ഡത്തെ മുഴുവൻ അമ്മാനമാടുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഒരു ഗ്ലോബ് എടുത്തിട്ട് അമ്മാനമാടുന്നത് കാണിക്കുന്നുണ്ട്. ഇത് ചാർലി ചാപ്ലിൻ അന്ന് തിരുത്തേണ്ടി വന്നില്ല. കാരണം അദ്ദേഹം മാനിക്കപ്പെടുന്ന ഒരു കലാകാരനും ഇനി ആരും മാനിച്ചില്ലെങ്കിലും ഞാൻ എന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന ഒറ്റ തന്തയ്ക്ക് പിറന്നവനുമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തിരുത്താഞ്ഞത്. കാരണം അന്നും ഇതുപോലെ ഭീഷണികൾ ഉണ്ടായിരിക്കാം. നമ്മളെക്കാളും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സെൻസും ഒരു ലിറ്റററി സെൻസും ഉള്ള ജനത ജീവിക്കുന്നിടത്ത് ക്രിറ്റിസിസം ഒരു അവശ്യ ഘടകമാണ്. പക്ഷെ കേരളത്തിൽ തിരുവായ്ക്ക് എതിർവായില്ല, പറയാൻ പാടില്ല. ഇന്ന് ചാർലി ചാപ്ലിൻ കേരളത്തിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്കറിയാം, താലിബാനില് ഒരു ഹാസ്യ കലാകാരനെ താലിബാൻ പിടിച്ചുകൊണ്ടുപോയി കണ്ണു ചൂഴ്ന്നെടുത്തതും കൊന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇവിടെ. ഇന്നോവ വന്ന് മുറ്റത്ത് തിരിയും, മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവ വരും, പറഞ്ഞുകൊണ്ട് കൊല്ലും. അതായത് പരസ്യമായിട്ട്, രഹസ്യമായിട്ടല്ല. കുലദ്രോഹികൾ തന്നെയാണ്, അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് താലിബാൻ കോടതിയെ നാണിക്കുന്ന വിധത്തിൽ കേരളത്തിൽ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി അക്ഷരസംഖ്യ 51 അക്ഷരം ഉള്ളതുപോലെ 51 വെട്ടിക്കൊന്ന ഈ നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് എം ടി വാസുദേവൻ നായർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ കരണത്തൊന്ന് പുകച്ചിട്ട് ഇന്നൊന്ന് തലോടി എന്ന് മാത്രമേ നമ്മൾ കരുതേണ്ടതുള്ളൂ.
ശ്രീ ജയചന്ദ്രൻ, MTA പോലുള്ളവർ സ്വേച്ഛാധിപത്യത്തെ ഭയക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം തിരുത്തി എന്ന് പറയുന്നു, പക്ഷേ ദേശാഭിമാനിയിൽ മാത്രമേ അത് വന്നുള്ളൂ. തിരുത്തിയിട്ടുണ്ടോ? പക്ഷേ MT തന്നെ ഇന്നലെ അദ്ദേഹം യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടം കൊടുക്കാത്ത വിധം അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ഞാൻ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പത്രക്കുറിപ്പ് വന്നിരിക്കുന്നു. അതായത്, ഞാൻ ഉദ്ദേശിച്ചത് പിണറായിയെയോ അല്ലെങ്കിൽ ഈ സർക്കാരിനെയോ അല്ല എന്ന്. അതെ, ആ പത്രക്കുറിപ്പാണല്ലോ അതിന്റെ ഉള്ളടക്കവും താങ്കളിപ്പോ പറഞ്ഞല്ലോ ശ്രീ അനിൽ നമ്പ്യാർ. ഇപ്പോ അത് മാറ്റിവെക്കൂ, അത് മാറ്റിവെക്കുക. പക്ഷേ MT ഇന്നലെ എഴുതി വായിച്ച പ്രസംഗം ഇന്ന് മിക്ക മലയാള പത്രങ്ങളും എഡിറ്റ് പേജിൽ കൊടുത്തിട്ടുള്ള ആ ലേഖനം അത് ഇന്നലെ തയ്യാറാക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ സമീപ ദിവസങ്ങളും തയ്യാറാക്കപ്പെട്ടതല്ല. 20 വർഷം മുമ്പ് 2003 തൃശ്ശൂരെ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നും അതിന്റെ തുടക്കവും ഒടുക്കവും ഈ 2 വാചകങ്ങൾ മാത്രമാണ് പുതുതായി വന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ തരത്തിലാണ് അന്ന് MTയുടെ ലേഖനം എഴുതി ഈ പുസ്തകത്തിൽ കരശ്ശേരി മാഷാണ് ചേർക്കുന്നത്. കരശ്ശേരി മാഷാണ് അതിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് അന്ന് കേരളം ഭരിക്കുന്നത് AK ആന്റണിയാണ്, ഇന്ത്യ ഭരിക്കുന്നത് ശ്രീ AB വാജ്പേയിയുമാണ്. അവിടെ നിന്ന് മോദി പിക്ചറിലില്ല, കേരളം ഭരിക്കുന്ന മോദി പിക്ചറിലില്ല. താരതമ്യം അല്ല, ഞാൻ താരതമ്യമൊന്നും അല്ല പറയുന്നത്, ഞാൻ സാഹചര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞാൻ താരതമ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളെന്ന് താങ്കൾക്കും അറിയുമല്ലോ. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ 20 വർഷം മുമ്പത്തെ സാഹചര്യം മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, ഇന്ത്യ ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുമാണ്. അപ്പോ ആന്റണിക്കും സംസ്ഥാന മുഖ്യമന്ത്രിയായ AK ആന്റണിക്കും ദേശീയ ഗവൺമെന്റിനെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കും കൊടുത്ത മുന്നറിയിപ്പാണോ, അത് ഇന്നിപ്പോ ഉപയോഗിക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിക്കും ദേശീയ ഗവൺമെന്റിനെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കുള്ള മുന്നറിയിപ്പാണോ എന്നുള്ള ചർച്ചയിലേക്കൊന്നും ഞാൻ പോകേണ്ടതില്ല. കാരണം അങ്ങനെ വായിക്കണം, MT അങ്ങനെ വായിക്കണമെന്നേ. കാര്യം അങ്ങനത്തെ ആളാണല്ലോ MT. സാധാരണഗതിയിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്ന ആളല്ല ഒരു കാലത്തും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ട്, കറന്റ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിൽ സൈകിട്ട് പറഞ്ഞു പോയതായിരിക്കും സാർ. അല്ല, അതിന് വർത്തമാനകാലത്ത് സൈകിട്ട് പറയാനായിട്ട് അദ്ദേഹം ഇന്നലെ എഴുതിയതല്ലെന്നേ ആ പ്രസംഗം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നും പ്രസക്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം ഇന്നലെ വായിച്ചത്. അങ്ങനെ ഞാൻ അതാണ് അതിന്റെ ശരി. ഞാനതിനെ അങ്ങനെ കാണുന്ന ആളാണെന്നേ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നും പ്രസക്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാണ് ഇന്നലെ അത് വായിച്ചത്. അത് കേരളത്തിനും കേന്ദ്രത്തിനും ബാധകവുമാണ്. അന്ന് മാത്രമല്ല, അന്ന് പ്രതിപക്ഷത്താണ് കോൺഗ്രസ് എങ്കിൽ ഇന്നും പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. കോൺഗ്രസിനും ബാധകമാണ്. ഞാൻ പറയട്ടെ അതിന് EMSുമായി താരതമ്യം ചെയ്തു. EMS എന്ന ഭരണാധികാരി അദ്ദേഹം വ്യക്തിപൂജ അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. EMSനെ പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു വേദിയിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിണറായിയെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ സാർ. ഉണ്ടോ? അല്ല, താങ്കൾ പോകണ്ട. ഞാൻ പാഴൂർ പടിപ്പുറയെ അംഗീകരിക്കുന്ന ആളുമല്ല, പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഇതിൽ പറയുന്നത് റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും, അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പ് മുമ്പിലിരിക്കുകയാണ്, താങ്കളുടെ എന്റെയും. അപ്പൊ അതിൽ കേരളത്തെ സൂചിപ്പിക്കാനല്ല എന്ന് അത് പറയുന്ന മനുഷ്യൻ പറയുന്നു. പക്ഷേ സുധീർ പറയുന്നത് എന്നോട് MT അങ്ങനെ പറഞ്ഞു. പറഞ്ഞാൽ പോലും അതല്ല പ്രസക്തം. MT അങ്ങനെ പറഞ്ഞ അദ്ദേഹം പറയാൻ നിർബന്ധിക്കപ്പെട്ടു, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങനെ മനസ്സിലാക്കാത്ത ആളാണ് കേട്ടോ. താങ്കൾ അങ്ങനെ മനസ്സിലാക്കുന്നെങ്കിൽ അതിനെ മനസ്സിലാക്കിയതിന്റെ ഉള്ളടക്കം പറയൂ. അങ്ങനെ ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ പിണറായി വിജയൻ
സമ്മതം ചെലുത്തി പറയിപ്പിച്ചതാണ് എന്ന് അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. അതൊന്നും എനിക്ക് തർക്കമില്ല. പിന്നെ ഈ MD എന്ന് പറയുന്നത് പോലെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ടല്ലോ, ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ സങ്കല്പത്തിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് വിചാരിക്കുന്നെങ്കിൽ എനിക്ക് തെറ്റൊന്നുമില്ല അതിനകത്ത്. താങ്കൾക്ക് അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.